നമസ്കാരം പ്രിയപ്പെട്ടവരെ. ദയാവിഷനിൽ നടക്കുന്ന +2 കോഴ്സ് എന്ന് പറയുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിൻ്റെ കീഴിലുള്ള NIOS അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന ബോർഡ് നടത്തുന്ന +2 കോഴ്സാണ്. ദയാവിഷൻ ഏകദേശം 15 വർഷത്തോളമായി ഇവിടെ ഈ കോഴ്സ് നടത്തുന്നുണ്ട്. ഞങ്ങൾ തുടക്കകാലത്തൊക്കെ കുറഞ്ഞ സെൻറ്ററുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിരവധി കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്, നിരവധി പഠന കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അത്രമാത്രം വിദ്യാർത്ഥികൾ NIOSൻ്റെ +2 കോഴ്സിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് സത്യം. ഞങ്ങളുടെ തുടക്കകാലത്തൊക്കെ ഈ 6 മാസത്തെ +2 എന്നൊക്കെ പറയുമ്പോൾ പലരും നെറ്റി ചുളിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പലരും എന്നോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ 2 കൊല്ലത്തെ +2 എന്നൊക്കെ ചോദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോഴ്സ് വളരെയധികം ജനകീയമായിട്ടുണ്ട്. NIOS +2ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ +2 പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരു +2 പാസ്സായാൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നതാണ്. അതായത് കേരളത്തിലെ +2 2 കൊല്ലത്തെ +2 പാസ്സാവുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് പോകാം, ഇല്ലെങ്കിൽ ഡിസ്റ്റൻസായിട്ട് പ്രൈവറ്റായിട്ട് ഡിഗ്രിക്ക് പോകാം. അതേപോലെ തന്നെ NIOSൻ്റെ +2 പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കും നല്ല മാർക്കുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ തന്നെ ഡിഗ്രിക്ക് പോകാൻ അർഹനാണ്. അതേപോലെ PSC +2 യോഗ്യത ചോദിക്കുന്ന എല്ലാ സർക്കാർ ജോലിക്കും NIOSൻ്റെ +2 പാസ്സായ ഒരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാൻ അർഹരാണ്. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ അടുത്ത് തന്നെ +2 ഒക്കെ എടുത്തു പോയ നിരവധി വിദ്യാർത്ഥികൾ CPO പോലുള്ള പല തസ്തികകളിലും PSC മുഖേന ജോലി വാങ്ങിയിട്ടുണ്ട്. അതേപോലെ 2 കൊല്ലത്തെ ഗവൺമെൻറ് DLED കോഴ്സ്, ടീച്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 7ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അർഹമായ യോഗ്യതയായ പഴയ TTC എന്നറിയപ്പെടുന്ന ഇപ്പോൾ DLED എന്നറിയപ്പെടുന്ന കോഴ്സ് ചെയ്യാൻ NIOSൻ്റെ +2 സർട്ടിഫിക്കറ്റ് മതി. അതേപോലെ നമുക്ക് 5 കൊല്ലത്തെ LLB കോഴ്സ്, നിയമ പഠനമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 കൊല്ലത്തെ LLB കോഴ്സ് പഠിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള +2ന് NIOSൻ്റെ +2 സർട്ടിഫിക്കറ്റ് മതി. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്നതിന് പകരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നായിരിക്കും ഉണ്ടാകുക. ഇനി മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പലരും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂ ഉള്ളൊരു +2 സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്തിനാണ് ആളുകൾ ഈ 2 കൊല്ലം പഠിക്കുന്നത്, 6 മാസത്തെ +2 എടുത്താൽ പോരെ എന്നാണ്. ഇതിലൊരു യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷം SSLC പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ +2 എടുക്കാൻ കഴിയില്ല. അവർക്ക് 2 കൊല്ലം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ SSLC പാസ്സായി 2 കൊല്ലം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ നേരിട്ട് 6 മാസം കൊണ്ട് ഈ +2 പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. ആ ഒരു വസ്തുത പലരും അറിയാത്തത് കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നിശ്ചിത പ്രായം, കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ഈക്വലൻസി കിട്ടണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണം എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓരോ പല കാലഘട്ടങ്ങളിൽ ഇങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഹിന്ദി നിർബന്ധമായിട്ട് പഠിക്കണമായിരുന്നു. അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് NIOSന് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷും ഒരു ഹിന്ദി നിർബന്ധമായിട്ട് പഠിക്കണമായിരുന്നു. ഇപ്പം നമുക്ക് മലയാളം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഹിന്ദി ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഉറുദു, സംസ്കൃതം, അറബി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് 2ാം ഭാഷയായിട്ട്, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പാസ്സാകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതേപോലെ ഒരു കാലഘട്ടത്തിൽ ഇതിന് അസൈൻമെൻ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ അസൈൻമെൻ്റ് ഉണ്ട്. 20 മാർക്കിന് നമുക്ക് അസൈൻമെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്ക് ആകെ 23 മാർക്ക് മാത്രം എഴുതി പിടിച്ചാൽ മതി. ബാക്കി അസൈൻമെൻറ്റ് സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. അതായത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് കേരള +2നെ അപേക്ഷിച്ച് കുറച്ചുകൂടി സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റും. അതേപോലെ നമുക്ക് നേരിട്ട് +2 എഴുതാൻ കഴിയും. +1 ഇല്ലാതെ നേരിട്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് +2 ഡയറക്റ്റ് +2 എഴുതാൻ പറ്റും. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഇത് കേരളത്തിലെ +2ന് സർട്ടിഫിക്കറ്റിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് നമുക്ക്
ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ജോലി എല്ലാം കഴിഞ്ഞ് ദേവശാല പഠിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഒന്നെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ITഐക്കൊക്കെ 10th കഴിഞ്ഞ് ITഐക്കൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോളിക്കൊക്കെ പോയിട്ടുണ്ടാവും. ഒരു ITഐ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ പോലീസ് പോലുള്ള തസ്തികയ്ക്കോ അല്ലെങ്കിൽ +2 യോഗ്യത ചോദിക്കുന്ന തസ്തികയ്ക്കൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് 6 മാസം കൊണ്ട് +2 എടുക്കാം. അല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും കുറച്ച് ഏജ് ഉള്ളവരും അന്ന് പഠനം മുടങ്ങിപ്പോയവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടമ്മമാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ വർക്കെല്ലാം കഴിഞ്ഞ് എപ്പോഴാണോ അവർ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവർക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ദയാവിഷൻ്റെ മൊബൈൽ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഓരോ ചാപ്റ്റർ വൈസ് മലയാളത്തിലെ ക്ലാസ്സുകൾ, ചാപ്റ്റർ വൈസ് മലയാളത്തിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾ കൊടുക്കും. അതായത് NIOSൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും, ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും. പലപ്പോഴും നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നത് സാധാരണക്കാരനാണ്. അവർക്ക് ആ ഇംഗ്ലീഷിലുള്ള ടെസ്റ്റ് ഒന്നും അങ്ങോട്ട് നന്നായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വാരി വലിച്ച് കുറേ ആ ടെസ്റ്റ് കാണുമ്പോൾ തന്നെ പല വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം പോകും. അതുകൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ടുള്ള ഗൈഡ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കും. പിന്നെ പരീക്ഷ അടുപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 7:30 തൊട്ട് 9 മണി വരെ പലപ്പോഴും ലൈവ് ക്ലാസ്സുകൾ വെക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകരോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡൗട്ടിനും കൃത്യമായിട്ട് ഞങ്ങൾ റീപ്ലൈ കൊടുക്കും. പിന്നെ അസൈൻമെൻറ്റ് 20 മാർക്കിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകും. അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. അതായത് A to Z നിങ്ങൾ വിജയിക്കുന്നവരെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂടെയുണ്ട്. അതാണ് ദയാവിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദയാവിഷനിൽ നടക്കുന്ന മറ്റ് കോഴ്സുകൾ എന്തൊക്കെയുണ്ടെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഡിഗ്രി, PG ഇങ്ങനെയുള്ള കോഴ്സുകൾ. ദയാവിഷൻ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും കേരള PSC അംഗീകൃതമായിട്ടുള്ള ഡിഗ്രിയും PGയും മാത്രമാണുള്ളത്. ഷോർട്ട് ടൈം പ്രോഗ്രാം ഒന്നുമില്ല. ചിലർ ചോദിക്കും 6 മാസത്തെ ഡിഗ്രി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പ്രധാനമായിട്ടും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് 3 കൊല്ലത്തെ PSC അംഗീകൃതമായ ഡിഗ്രി കോഴ്സുകളാണ്. അതിൽ തന്നെ ചിലത് വളരെ സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്ന കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലൊക്കെയുള്ള ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അതേപോലെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ ക്ലാസ് ഞങ്ങൾ ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ MBA വരെയുള്ള എല്ലാ പ്രോഗ്രാമുകളും ദയാവിഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ ഞങ്ങളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് +2ഓ ഇനി ഡിഗ്രിയോ PGയോ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്നതാണ്. ഇനി ഡിഗ്രി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ +2 ഇല്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയും തലകുനിച്ച് നിൽക്കേണ്ടതില്ല. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ ഉചിതമായ അഥവാ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉചിതമായ സമയത്ത് ഞങ്ങൾ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ആത്മാർത്ഥമായ ഒരു വിജയം ഞങ്ങൾ ആശംസിക്കുന്നു.